അങ്ങനെ സ്നേഹിച്ച് കെട്ടിയതാ. അപ്പൊ സ്കൂളിൽ പോകുമ്പോഴുന്ന വഴിക്കൊക്കെ 9ാം ക്ലാസ് തൊട്ടുള്ള സ്നേഹമാണെന്നാ എനിക്ക് തോന്നുന്നത്. കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. ഇന്നലെ വിളിച്ചിട്ട് എന്നോട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു വീഡിയോ ആര് പറഞ്ഞു? ഈ വീടും അസൗകര്യം ഒക്കെ ആയതുകൊണ്ട് മേയ്ക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛനെ വിളിച്ചു. കാര്യങ്ങൾ എനിക്ക് മനസ്സ് തുറന്ന് പറയണമെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടോ നീ ഇപ്പം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അഖിൽ NRD തന്നെ വീണ്ടും വിഷയങ്ങൾ അതൊന്ന് ഒതുങ്ങിയതായിരുന്നു. പക്ഷേ വീണ്ടും അതിങ്ങനെ പൊങ്ങി ഓരോ കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. ആദ്യത്തെ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ഒറ്റ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇന്നലെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അതൊരു വോയിസ് പുറത്ത് വന്നതിൻ്റെ ഇതിലാണ് ആ ഒരു വീഡിയോ ചെയ്തത്. അതേ ആളുടെ തന്നെ വോയിസ് വീണ്ടും പുറത്ത് വന്നിട്ട് നമ്മൾ മറുനാടൻ മലയാളിക്കകത്തോടാണ് വോയിസ് വന്നിരിക്കുന്നത്. അത് ജീമോന്നോ അങ്ങനെ എന്തോ ആണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ജീമോൻ കല്ലുപുരയ്ക്കൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഇന്നലെ വോയിസ് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് വന്നതും അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അപ്പം ഈ മേഘയെ കാണാതെ പോയ സമയത്ത് അദ്ദേഹമാണ് മുൻകൈ എടുത്ത് ഇവരെ ആ രാത്രി തന്നെ പിടിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ വോയിസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിരുന്നു. അപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മേഘയുടെ അച്ഛനും കൂടെ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത്, ആ വോയിസ് റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അങ്ങ് ആക്കിയിട്ടുണ്ട്. അവർ സോഷ്യൽ മീഡിയ വന്നല്ല, അദ്ദേഹത്തെ പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞ് ആ വീഡിയോ റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇത് മാതൃഭൂമിയിലോ മനോരമയിലൊക്കെ വന്നെന്നാണ് പറയുന്നത്. ഈ ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ഉണ്ട് എന്നും പറഞ്ഞിട്ട് മേഘന ഒരു പോസ്റ്റ് കൊടുക്കുക. അതിനകത്തൊക്കെ ന്യൂസും വന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലുണ്ട് ഒളിച്ചോടിയെന്ന് പരിഹാസങ്ങൾക്ക് പ്രതികരിച്ച് അഖിൽ NRDയുടെ ഭാര്യ മേഘ. കാര്യം അത് വന്നേക്ക് നിങ്ങൾ നോക്കണം. അഖിൽ NRDയുടെ ഭാര്യ മേഘ. കാര്യം ആ അഖിലിൻ്റെ പേര് വെച്ചാണ് അന്നേരം വന്നിരിക്കുന്നത്. ഇത് ഇവർ കൊടുത്തതാണോ അതോ ഇനി സ്വന്തമായിട്ട് ഈ ന്യൂസൊക്കെ വന്നതാണോ എന്നറിയത്തില്ല. എന്നാണേലും മേഘ ഒരിച്ചിരി ഉടായ്പെന്നല്ല, നല്ല ഉടായ്പാണ് ഈ മേഘ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തതിനകത്ത് ഈ മേഘയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു സഹതാപം തോന്നിയായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ആ വീട്ടിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടാണല്ലോ ഒരു നല്ലൊരു ജീവിതം പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ വിളച്ചിലിൻ്റെ അങ്ങേ അറ്റമാണ് പെണ്ണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. ഈ പുള്ളിക്കാരി ഇപ്പോൾ വരുത്തി തീർക്കാൻ നോക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി ഒളിച്ചോടിയതല്ല. ആ ബസ് ഡ്രൈവർ പുള്ളിക്കാരി അവിടുന്ന് രക്ഷപ്പെടാൻ സഹായിച്ചു അച്ഛൻ്റെ വീട്ടിലെത്താൻ. അതാണ് പുള്ളിക്കാരി വരുത്തി തീർക്കാൻ നോക്കുന്നത്. എന്നാത്തിന് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പുറത്ത് വന്നതല്ലേ. പിന്നെ ഇനി നിങ്ങളെ ആരെ വെളുപ്പിക്കാനായിട്ട് സോഷ്യൽ മീഡിയ അത് തന്നെയാണ്. നമ്മുടെ തമിഴ്നാട്ടിലെ ചാനലിനകത്ത് കണ്ടു, ഹിന്ദിക്കാരനകത്ത് എല്ലാ ചാനലിനകത്തും ഈ ഒരു ന്യൂസ് കണ്ടായിരുന്നു. ഓരോരുത്തരെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇനിയിപ്പോൾ ഇത് ആരെ ബോധിപ്പിക്കാനാണ്? അങ്ങനെ സംഭവിച്ചെങ്കിൽ സംഭവിച്ചു. അത് പറയാനുള്ള നട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചുകൂടെ? അവിടെയും അഖിലിനെ ആ പേരിലാണ് വരാൻ നിങ്ങൾ നോക്കിയേക്കുന്നത്. എന്നാണേലും നമുക്ക് ഇദ്ദേഹം പറയുന്ന കാര്യം അതിന് മുമ്പ് ഒരു കാര്യം പറയാം. മേഘ ഒളിച്ചോടിയാൻ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല. കാര്യം ആ പെണ്ണ് കാണിച്ച ഏറ്റവും വലിയ തോന്നിവാസമാണ് അത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം അച്ഛൻ്റെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ അമ്മ എടുത്തോട്ടോ പോകുമായിരുന്നു, നേരിട്ട് ചെല്ലായിരുന്നു. ഇല്ലെങ്കിൽ ഇവരൊരു ഹോസ്റ്റലിലോട്ട് മാറുമായിരുന്നു. മാറിയതിന് ശേഷം കുറച്ച് ദിവസം അങ്ങോട്ട് പോകാതെ അമ്മ വീട്ടുകാരെ ചോദിക്കില്ല നീ എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല, അന്നേരം കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ പുള്ളിക്കാരി ഈ കാണിച്ചത് ഈ അഖിലിൻ്റെ വീട്ടിലെ പ്രശ്നം കൊണ്ടാണെന്ന് പറയാം. അങ്ങനെങ്കിൽ ഈ വീടുകളിൽ പ്രശ്നം ഉണ്ടാകുന്ന പെണ്ണുങ്ങളെല്ലാം വേറൊരുത്തിനോട് ഒളിച്ചോടിയാൽ മതിയല്ലോ. അതാണ് ഒരു ന്യായം. അതൊരിക്കലും ഒരു ന്യായമല്ല. അവരെ പറയുന്നതിനോട് യാതൊരു യോജിപ്പും ഇല്ല. അഖിൽ NRD എന്ന് പറഞ്ഞാൽ ആ ഒരു മനുഷ്യൻ്റെ അത് എന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയതിനു ശേഷം ആരുടെ പുറകെ വേണമെങ്കിലും കയറി പോകാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ഇരിക്കുമ്പം അന്ന് പോലും ഒരു സൂചന കൊടുക്കാതെ രാത്രിയിൽ ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞാൽ അത് ഒട്ടും ഞാൻ അന്നും ആ വീഡിയോ പറഞ്ഞപ്പോൾ പറയുന്നത് എന്നാ ധൈര്യമാണെന്ന് ഓർക്കായിരുന്നു. കാര്യം കുറച്ച് നാളത്തെ പരിചയമുള്ള ഒരുത്തിന് അവൻ്റെ കൂടെ സ്വന്തം ഭർത്താവിനെ കളഞ്ഞേച്ച് പോകുന്നു. ഈ പോകുന്നിടത്ത് എവിടെ ചെന്ന് എത്തുമെന്ന് പോലും അറിയാൻ മേലത്. അങ്ങനെയൊക്കെ കാണിച്ച ധൈര്യം ചില്ലറ കാര്യമൊന്നുമില്ല. അത് നമുക്ക് ഈ വോയിസ് ഒക്കെ കേൾക്കുമ്പം ഏകദേശം മേഘ എത്രമാത്രം ധൈര്യമുള്ളതും എത്രമാത്രം കുരുട്ടുബുദ്ധിയുടെ ആളാന്നുള്ളത് മനസ്സിലാകും. ജിമോനെ നമസ്കാരം. നമസ്കാരം സാർ. ജിമോനെ, ഈ അഖിൽ NRDയും മേഘയും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പല വാർത്തകളും കണ്ടെങ്കിലും പേഴ്സണൽ മാറ്റർ ആണല്ലോ എന്നോർത്ത് ഞാനങ്ങ് വിട്ടിരുന്നു. അപ്പം നമ്മൾ ഇതുവരെ അതിനെ കുറിച്ചൊരു വാർത്ത ചെയ്തില്ല ഇത്രയും കാലമായിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അഖിലിനെ അറിയാമായിട്ട് ഞാൻ അത് വിട്ടുകളഞ്ഞിരുന്നു. ഇപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവളുടെ വീട്ടിലേക്ക് ബസ് ഡ്രൈവറുടെ സഹായത്തോടെ പോയി എന്നും പറഞ്ഞാണ് ചില വാർത്തകൾ ഒടുവിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മേഘയായിട്ടും അഖിലുമായിട്ടും ഒക്കെ പ്രത്യേകിച്ച് മേഘയായിട്ടും നല്ല ബന്ധം ജീമോൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ജീമോനെ സംഭവിച്ചത്? ജീമോൻ ഒന്ന് പറഞ്ഞു എങ്ങനെയാന്ന്. ഇത് ഞാന് ഈ മേഘയുടെ അച്ഛന്റെ ഒരു ഫ്രണ്ടാണ്. നേരത്തെ നല്ല ബന്ധമുണ്ട്. നേരത്തെ മുതൽ ഒരു 3-4 വർഷത്തോളമായി ഉള്ള ബന്ധമാണ്. അല്ല, അന്ന് ഈ മേഘ ബ്ലോഗർ അറിയപ്പെടുന്ന ആളൊന്നും അല്ലല്ലോ. അല്ല, അറിയപ്പെടുന്നത് ഈ കല്യാണം കഴിഞ്ഞ് ഞാനുമായിട്ട് ബന്ധം തുടങ്ങിയ പിന്നെയാണ് കല്യാണമൊക്കെ മേഘയുടെ കഴിഞ്ഞത്. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഈ കല്യാണത്തിന് ഞാൻ പോയില്ല, എനിക്കൊന്ന് തിരക്കുണ്ട്. കല്യാണമൊക്കെ എന്നെ വിളിച്ചായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ നല്ല അടിപൊളി ജീവിതം എന്ന് പറഞ്ഞാൽ സാറ് റീൽസ് ഒക്കെ കണ്ടില്ലേ? അവര് നല്ല ലക്ഷറി
അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. നല്ല അടിപൊളി ജീവിതമായിരുന്നു. റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടാണ് അദ്ദേഹം ഈ അഖിൽ എവിടെ പോയാലും ഈ മേഘയെ കൂടെ കൊണ്ടുപോവുകയും അത്രയും ചേർത്ത് കൊണ്ടു നടക്കുകയും എടുക്കുകയും എല്ലാം ചെയ്തു. വീട്ടുകാരുമായിട്ടുള്ളൊരു വിഷയമാണ് മേഘ പറയുന്നത്. എല്ലാ വീടുകളിലും ഉണ്ട് പ്രശ്നങ്ങൾ, എല്ലാ വീടുകളിലും. അതുപോലെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ട് എനിക്ക് ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, നമുക്ക് പിരിയാം എന്ന് പറയാം. പ്രത്യേകിച്ച് ഈ പ്രണയിച്ചൊക്കെ കല്യാണം കഴിക്കുന്നവർക്ക് എങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പിരിയാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. പ്രണയിച്ചൊക്കെ കല്യാണം കഴിക്കുന്നതൊക്കെ അവർക്ക് എനിക്കറിയത്തില്ല. പ്രണയിച്ചൊക്കെ കല്യാണം കഴിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്നാണ് ഇവർക്കൊക്കെ പിരിയാൻ പറ്റുന്നത്. ആ കൂടെ നടക്കുന്ന ആളെ മനസ്സിലാക്കിയിട്ടല്ലേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ചെല്ലുന്നത്. എന്നാണേലും ഇദ്ദേഹത്തെ ഇപ്പം പഴിചാരിയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഈ ജീമോൻ എന്ന് പറഞ്ഞ ആളെ പഴിചാരിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഇവരെ മോശക്കാരാക്കി എന്നുള്ള രീതിക്കാണ് ഈ അവരുടെ വീട്ടുകാർ വിചാരിച്ചിരിക്കുന്നത്. ബാക്കി നമുക്ക് കേൾക്കാം. എങ്ങനെയാണ് അവർ തമ്മിൽ പരിചയമായെന്നുള്ള അറിയാമോ? ഇവര് സ്നേഹിച്ച് കെട്ടിയതാ. ഈ അഖില് ഈ അച്ഛന്റെ വീടിന്റെ അടുത്തുള്ള നൂറനാട് അടുത്തടുത്തുള്ള അയൽവാസികളാ ഏകദേശം. അങ്ങനെ സ്നേഹിച്ച് കെട്ടിയതാ. അപ്പൊ സ്കൂളിൽ പോകുമ്പോഴുന്ന വഴിക്കൊക്കെ 9ാം ക്ലാസ് തൊട്ടുള്ള സ്നേഹമാണെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ സ്നേഹിച്ച് 7 വർഷത്തോളം ഏതാണ്ട് സ്നേഹിച്ച് കെട്ടിയതാ. എന്നിട്ട് ഈ പയ്യൻ കുഴപ്പക്കാരനാണോ അതോ? പയ്യൻ കുഴപ്പക്കാരനൊന്നുമല്ല. പയ്യൻ ഡീസന്റ് ആള് തന്നെ, ഒരു കുഴപ്പമില്ല. അവനെ സംബന്ധിച്ചോളം സാറിന് അറിയാമല്ലോ, അത്യാവശ്യം ഇതാണ്. പക്ഷേ അവരുടെ വീട്ടിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് മേഘ എന്നോട് പറഞ്ഞത്. ഫാദറുമായിട്ടോ അമ്മയായിട്ടോ. അമ്മയും അച്ഛനും പറയുന്നത് കൂടുതൽ പയ്യനില്ല, അവര് പറയുന്നുള്ളൂ അനുസരിക്കുള്ളൂ, ഇവക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുകയല്ല എന്നുള്ളതാണ് മേഘ പറയുന്നത്. അതുകൊണ്ട് അഖിലിനെ ഇവള് വേറെ താമസിക്കാൻ വിളിച്ചിട്ടും അഖിൽ പോയില്ല. പിന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാന്നാണ് അഖിൽ ഇവളോട് പറഞ്ഞത്. 9ാം ക്ലാസ് മുതൽ ഒരാളോട് പ്രണയം തോന്നണമെങ്കിൽ അത് ചെറിയ പ്രണയമൊന്നും ആയിരിക്കത്തില്ലല്ലോ. ആ സമയം മുതൽ ഒരാളോട് പ്രണയം തോന്നി അയാളെ തന്നെ വിവാഹം കഴിക്കുക. അപ്പോൾ അത്രയും നാളുകൊണ്ട് ആ ആളെ മനസ്സിലാക്കാനോ ആ ആളുടെ ഫാമിലി മനസ്സിലാക്കാനോ ഇവർക്ക് പറ്റിയില്ലായിരുന്നു. അത്രയും വർഷം അവരൊരു 7 വർഷത്തോളം അവർ പ്രണയിച്ചിട്ടുണ്ട് വിവാഹം കഴിച്ചതെന്ന് പറയുന്നു. അപ്പം അത്രയും ഒരിത് വന്നപ്പോഴത്തേക്ക് ഒട്ടും മനസ്സിലായില്ലായിരുന്നു ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ ഏത് ഇതാന്നുള്ളത്. ഒട്ടും മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ ഒരു ഇതിൽ വന്നിച്ച് ആ അവരുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് നിസ്സാരം അവർ വീട്ടിലെ അപ്പനും അമ്മയിൽ നിന്നും പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഈ അഖിലിനെ പറ്റി അദ്ദേഹം പറയുന്നത് കേട്ടോ, നല്ല സ്വഭാവമാണ്, നല്ല ചെറുക്കനാണ്, ഒരു പ്രശ്നവുമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ കൂടെ ജീവിക്കുന്ന ആൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുമെങ്കിൽ അതും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ആരും തയ്യാറല്ല. എനിക്ക് ഈ മേഘയുടെ കാര്യം കൂടുതലും തോന്നിയിരിക്കുന്നതെന്നറിയോ, ഈ പെണ്ണിനെ ഒരുപാട് പുന്നാരിച്ച് വളർത്തിയതാണ്, ഒരുപാട്. കാര്യം ഇഷ്ടം പോലെ പണമുണ്ട്. ആ പെൺകുട്ടിയുടെ അപ്പൻ ഏതിപ്പം സെക്കൻഡ് ഫാദർ അല്ല, ആദ്യത്തെ ശരിക്കുള്ള അച്ഛൻ, ആ അച്ഛൻ ഈ മേഘയ്ക്ക് ഒരുപാട് സ്നേഹം വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ മകളെന്ന് വെച്ചാൽ ഭ്രാന്താന്നാണ് പറയുന്നത്. അപ്പം അത്രയും മകളെ സ്നേഹിക്കുന്ന അച്ഛൻ മകൾ എന്ത് തെറ്റ് ചെയ്താലും അദ്ദേഹത്തിന് തെറ്റായിട്ട് തോന്നുകയില്ല, അദ്ദേഹം ന്യായീകരിച്ച് നിൽക്കത്തുള്ളൂ. അപ്പം അത്രയും പുന്നാരിച്ച് കൊണ്ടുവന്ന് വഷളാക്കി കളഞ്ഞൊരു പെൺകുട്ടിയെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് വേറൊരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ആ പെൺകുട്ടിക്ക് അവിടെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയത്. വേറെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള പെൺകുട്ടികളൊക്കെ ഒന്നെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക, വീട്ടുകാർ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാതിരിക്കുക, ഒരു ചെറുക്കൻ്റെയും കൂടെ ജീവിതം നശിപ്പിച്ച് കളയുക, അത്രയും തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ വിവരം ഈ അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ അൺഹാപ്പിയാന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും അത് മുഖവിലേക്ക് എടുത്തില്ല. അങ്ങനെ ഇവള് കാണിച്ച തെറ്റാണ്. ഇവള് യഥാർത്ഥത്തിൽ ഇവള് ചെയ്യേണ്ടിയിരുന്നത് അച്ഛന്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്നല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ട് ന്യായമായിട്ട് ബന്ധം ഒഴിയാം, അല്ലെങ്കിൽ ഈ പറയുന്ന പയ്യനെ കെട്ടാം. പക്ഷെ ഇവള് കാണിച്ച മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വേറെ ഒരുത്തനെ പ്രേമിക്കുകയാണ് ഇവള് ചെയ്തത്. അവരെ എങ്ങനെ പരിചയപ്പെട്ടെന്ന് നമുക്ക് അറിയത്തില്ല, അവള് പറഞ്ഞിട്ടുണ്ട്. അറിയാം. ഇവള് അഖില് പഠിക്കാൻ വിട്ടായിരുന്നു, ഡിഗ്രി എടുക്കാൻ വിട്ടായിരുന്നു, അതായത് മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ വിട്ടായിരുന്നു ഈ കുട്ടിയെ. അപ്പൊ ആ പോകുന്ന ഈ ബസ്സിലെ ഡ്രൈവർ ആയിരുന്നു ഇവൻ ഡെയിലി ബേസിന് നമ്മുടെ എഡ്യൂക്കേഷനെ പോലെ ഓടിക്കുക, ഡെയിലി പൈസ കിട്ടും KSRTC. അങ്ങനെയുള്ള ഇതില് ബസ് ഓടിക്കുകയായിരുന്നു. ഇവര് കണ്ടുള്ള പരിചയമാണ്. എന്നിട്ട് ഈ വീട്ടുകാരോട് പോലും ഈ ഇഷ്ടത്തിലായിട്ട് എത്ര കാലമായിട്ട്? കുറെ കാലമായിട്ട് ഇഷ്ടത്തിലാണോ? കുറെ കാലമായെന്നാ ഞാൻ അറിഞ്ഞ, അല്ലെങ്കിൽ ഇങ്ങനെ പോവല്ലോ. അഖിലിന് അറിയായിരുന്നോ? അഖിലിനെ അറിയില്ലായിരുന്നു ഈ ബന്ധം അറിയില്ലായിരുന്നു. ഇത് പോയി കഴിഞ്ഞാണ് ഇവരെല്ലാം അറിയുന്നത്. എന്നാ എപ്പോഴാ ഒരു പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോയി? പെട്ടെന്ന് ഇവൻ വന്ന് വണ്ടിയും കൊണ്ട് വന്ന് അതെല്ലാരും തൊട്ടടുത്ത് വീട്ടിലെ CC ക്യാമറ ആണ് ലീക്കായത്. അഖില് കൊടുത്തതാണോ ഇനിയിപ്പോ അവര് കൊടുത്തതാണോ എന്നൊന്നും അറിയത്തില്ല. ഇവര് പറയുന്ന അഖില് പറഞ്ഞിട്ട് അവര് കൊടുത്തതാന്നൊക്കെയാ, ഇവള് അവരുടെ കയ്യിൽ കേസ് കൊടുക്കാനിരിക്കാന്നൊക്കെയാ മേഘ പറയുന്നത്. അത് ഈ CCTV ഇങ്ങനെ എന്തോ ഞാനും കേട്ടു കേട്ടോ. CCTV നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലൊരെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പുറത്തോട്ട് പോലും നമ്മുടെ വീടിനെ ചുറ്റുപറ്റ് ബാധിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്കത് എടുക്കാൻ പറ്റും. പക്ഷേ ഈ വേറൊരു ഒരു കാര്യങ്ങൾ അങ്ങനെ നമ്മൾ അതിലെടുത്ത് വെച്ച് പുറത്തോട്ട് വിടാനോ ഒന്നും പാടില്ലെന്നൊക്കെയാണ് പറയുന്നത് കേട്ടുള്ളൂ. എനിക്കറിയത്തില്ല അതിൻ്റെ നിയമ കാര്യങ്ങളൊക്കെ. അങ്ങനെ എഴുതി ഞാൻ കേട്ടു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടു. പിന്നെ ഇതിനകത്ത് പറയുന്നത് കേട്ടോ, പഠിക്കാൻ വിട്ടതാണ്. പഠിക്കാൻ വിട്ട സമയത്ത് അത് നമ്മൾ ഇന്നലത്തെ വോയിസിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ പോയി അങ്ങേരും ഏതോ പ്രേമത്തിലൊക്കെ പെട്ട് അത് തേഞ്ഞൊട്ടിയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഈ കക്ഷി അങ്ങോട്ട് ചെന്ന് കയറുന്നത്.
കയറുന്നത്. കയറി കഴിയുമ്പോഴത്തേക്ക് ഇവർ രണ്ടും കൂടെ അങ്ങ് സിങ്കായി കഴിഞ്ഞ് ആ വീട്ടിൽ ചെന്നു. ഒരു വീടൊക്കെ ഉണ്ട്, ഇങ്ങനെ ഡെയിലി ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കേട്ടതാണ്. ഇവർ ഇപ്പോൾ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടെ നല്ല ഒരു ഹാപ്പിയല്ല, ഞാൻ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ഓർത്തു തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകില്ലേ, ജീവിതമല്ലേ. അതും ഇവർ പുന്നാരിച്ചതിൻ്റെ കൂടുതൽ കൊണ്ടാണ് ആ പെണ്ണിന് ഒട്ടും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതായി പോയത്. അപ്പം അങ്ങനെ ഇത് വന്നപ്പോൾ പിന്നെ അഖിലിൻ്റെ ഭാഗത്തുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അഖിലിൻ്റെ ഭാഗത്തുമുണ്ട്. സ്വന്തം ഭാര്യയെ ഹോസ്റ്റലിലാക്കി വെച്ച് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അഖിൽ അങ്ങനെ ഒരു ഇതായിരുന്നെങ്കിൽ ഇഷ്ടമെങ്കിൽ അഖിലും ഇതിന് മുൻകൈ എടുക്കരുത്. ഈ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഒരു വ്ളോഗാക്കുക എന്ന് മാത്രമാണ് ഇവർ രണ്ടു കൂട്ടർ ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. മേഘയുടെ പരിപാടി വെച്ചാൽ ഫോട്ടോ ഇടുക എന്നൊക്കെയാണെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മേഘയ്ക്ക് ഈ പറയുന്നു അവിടുത്തെ പ്രശ്നങ്ങളായതുകൊണ്ട് ഞാൻ ഒളിച്ചോടിപ്പോയി. അതൊരു ന്യായീകരണത്തിനുള്ളൊരു കാര്യമല്ല, ഏറ്റവും ശുദ്ധ തെണ്ടിത്തരം എന്ന് പറയണതിന്. കാര്യം ഈ ഒരു വീഡിയോ എല്ലാവരും പറഞ്ഞു അഖിലന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നു, വേറൊരുത്തിൻ്റെ ജീവിതം അന്വേഷിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ പറയുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കുക, ഇത് വേറെ ആരെങ്കിലും ലൈവിലായിരുന്നെങ്കിൽ എല്ലാവരും എടുത്ത് വെച്ച് സംസാരിച്ചതന്നെ. അഖിലന്മാരുടെ ആയതുകൊണ്ട് ആരും പറയാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല, സോഷ്യൽ മീഡിയ വന്നുകൊണ്ടാണ് എല്ലാവരും ഏറ്റെടുത്ത് വെച്ച് സംസാരിച്ചത്. ഇതിപ്പം ഈ പുള്ളിക്കാരി ഇങ്ങനൊരു കാര്യം ചെയ്തത്, ഇത് നാളെ ഒരു കൂട്ടർക്ക് ഇത് കണ്ടു കഴിയുമ്പോഴും ആരും ഒന്നും മിണ്ടായിരിക്കും, അവർ ചെയ്തിട്ട് കുഴപ്പമില്ല പിന്നെ എനിക്കും ചെയ്യാലോ എന്നൊരു മൈൻഡായിരിക്കും ചിലപ്പോൾ വരുന്നത്. പക്ഷേങ്കിൽ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്നാ വേണമെങ്കിലും ചെയ്യാം. അന്ന് എല്ലാവരും റിയാക്ട് ചെയ്ത് അങ്ങനെ തന്നെയാണ്. ഇവർ ഒളിച്ചോടിയതിലോ അല്ലെങ്കിൽ ഇവർ വേറൊരാളെ പ്രേമിച്ചതിലോ ഒന്നുമല്ല ആരും കുറ്റം പറഞ്ഞത്. ഒരുത്തൻ്റെ കല്യാണം കഴിച്ച താലി കഴുത്തിട്ടുകൊണ്ട് വേറൊരുത്തിനെ പ്രേമിച്ച് അവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോവുക. ഈ ഇപ്പുറത്ത് നിൽക്കുന്നവനെ പറ്റി ചിന്തിക്കുന്നില്ല. 7 വർഷം പ്രേമിച്ച് കല്യാണം കഴിച്ച ഒരുത്തനാണ് ഇപ്പുറത്ത് നിൽക്കുന്നതെന്ന് ഓർക്കണം. അവനെ കളഞ്ഞിട്ടാണ് വേറൊരുത്തനോട് പ്രേമം തോന്നി അവൻ്റെ പുറകെ പോയത്. അപ്പോൾ ഇനി അടുത്ത ഒരാളെ കാണുമ്പോൾ അവിടെ നിന്ന് പോകരുതെന്ന് പറയാനൊന്നും പറ്റത്തില്ല നമുക്ക്. എന്നിട്ട് ഈ മേഘ ഇവന്റെ കൂടെ പോയി താമസം തുടങ്ങി. അതെ മേഘ താമസം തുടങ്ങി. പിന്നെ അവന്റെ ഒരു ചെറിയ വീടും അസൗകര്യമൊക്കെ ആയതുകൊണ്ട് മേഘയ്ക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛനെ വിളിച്ചു. കാര്യങ്ങൾ എനിക്ക് മനസ്സ് തുറന്ന് പറയണമെന്ന് പറഞ്ഞ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഇതൊക്കെ നേരത്തെ ആകായിരുന്നു സാറേ. ഇത് സംബന്ധിച്ച് മേഘ ചെയ്തത് 100% തെറ്റാന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് മേഘയ്ക്ക് ഇപ്പൊ ഈ ബസ് ഡ്രൈവറുടെ കൂടെ താമസിക്കാൻ താല്പര്യമില്ല? എല്ലാ താല്പര്യമുണ്ട്, അവന്റെ കൂടെ തന്നെയാ അവന്റെ കൂടെ തന്നെയാണ്. പിന്നെ അവിടുന്ന് അതെ അപ്പൊ അവിടെ സൗകര്യ കുറവായതുകൊണ്ട് അച്ഛൻ അംഗീകരിച്ച് ഇവനെയും കെട്ടി സുഖമായിട്ട്. അവന് സാമ്പത്തികത്തിന്റെ കുറവുള്ളൂ, അച്ഛന് സാമ്പത്തികം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വേറെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ അവനെ ഇവിടെ കൊണ്ടുവന്ന് താമസിച്ച് അവര് ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള ഒരു ചുറ്റിക്കളിയാണ് മേഘ നടത്തിയത്. ഈ വേറെ ഒരു ഇതും കൂടെ ഉണ്ട്. ഈ നാണക്കേട് മൊത്തത്തിൽ നാണക്കേടായി പോയില്ലേ. അപ്പൊ മേഘ ഓർത്തു മേഘയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയുള്ള 2 ഫോട്ടോ ഇടുക, എന്നിട്ട് അച്ഛന്റെ വീട്ടിലോട്ടാന്ന് പറഞ്ഞ ആ നാണക്കേട് അങ്ങ് ഒഴിവാക്കുക. അതാണ് ഇവര് തീരുമാനിച്ചത്. അങ്ങനെ മനോരമയിലും മാതൃഭൂമിയിലും പ്രമുഖ മാധ്യമങ്ങളിൽ വാർത്തയും കൊടുത്തു. ഇവര് കൊടുത്തതാണോ അതോ അവര് ചെയ്താണോ എന്ന് എനിക്കറിയില്ല. അതിന്റെ പുറത്ത് ഈ ജനങ്ങളെല്ലാം ഇവര് വിട്ടികളാക്കി. അതിലാണ് എനിക്ക് എതിർപ്പുണ്ടായത്. ഈ അച്ഛൻ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? മേഘയുടെ അച്ഛന്റെ നിലപാട്? അച്ഛൻ പറയുന്നത് എന്ത് ചെയ്യാനാ, ഇനിയിപ്പോ ഈ ബന്ധത്തിൽ സമ്മതിക്കാതെ വേറെ നിവൃത്തിയില്ല. അച്ഛൻ പറഞ്ഞ ഈ പെണ്ണിന്റെ ഭ്രാന്താണ് അച്ഛന്, അത്ര സ്നേഹമാണ്. ഈ ഒരു വീഡിയോ ഫസ്റ്റ് എടുത്തത് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു ബസ് ഡ്രൈവർ എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ഇങ്ങനെ ഈ ശമ്പളത്തിന് ഓടുന്നവരും കൂടെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് പരിമിതികൾ കാണും. അവരുടെ ജീവിതം എന്ന് വെച്ചാൽ സാധാരണക്കാരൻ്റെ ജീവിതമാണത്. ഇത്രയും സുഖസൗകര്യങ്ങളെല്ലാം അനുഭവിച്ച് ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഫെയിമായിട്ട് നിൽക്കുന്ന ഒരാളുടെ കൂടെ നിന്ന് ഇത്രയും എപ്പോഴും തിളങ്ങി നിന്ന ഒരു വ്യക്തി പെട്ടെന്ന് പോയി ആ ഒരു സാഹചര്യമായിട്ട് ഇഴുകി ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഇവർ ഈ മേഘയുടെ സ്വഭാവം വെച്ച് ഒന്നിനോട് അഡ്ജസ്റ്റ് ചെയ്തൊരു വ്യക്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഈ അഖിലിൻ്റെ കൂടെ തന്നെ അവർ ഇപ്പോഴും ജീവിച്ചായിരുന്നേ. കാര്യം സ്നേഹിച്ച ആളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നതിനോളം വലിയ ഭാഗ്യം വേറെ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു ധാരണയിൽ അവർ ആ ഒരു ഇഷ്ടത്തിൽ അവർ ആ ഒരു കാര്യം വെച്ച് അവർ കുറേയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയായിരുന്നേ. പക്ഷെങ്കിൽ ഇതും പ്രണയിച്ച് പോയി. പ്രണയമല്ല ജീവിതം എന്നുള്ളത് ഒരു ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒറ്റ ഒരു ഇതുകൊണ്ട് മനസ്സിലായില്ലേ? പ്രണയിച്ച് നടക്കുമ്പോൾ അത് വേറെ ലൈഫാണ്. ഒരു ജീവിതം തുടങ്ങുമ്പോൾ അത് വേറെ ലൈഫാണ് വരുന്നത്. അത് ആർക്കും മനസ്സിലാകുകയല്ല. ഈ പ്രണയിച്ച് നടക്കുന്ന പോലെ തന്നെയാണ് അങ്ങോട്ട് ജീവിതം തുടങ്ങി കഴിയും. ജീവിതം തുടങ്ങുമ്പോൾ നമുക്ക് പ്രാരാബ്ദങ്ങൾ തുടങ്ങുവാണ്, പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ തുടങ്ങുവാണ്, നമുക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങളാണ്, പിന്നെ മുന്നോട്ട് ജീവിതമാണ് പിന്നെ ഉള്ളത്. അതുവരെയും ജീവിതമല്ലത്. പ്രണയിച്ച് നടക്കുമ്പോൾ ഉള്ളതൊന്നും ഒരു ജീവിതമല്ലത്. ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു ഈ പുള്ളിക്കാരി അവിടെ നിൽക്കും തോന്നുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. കാര്യം സൗകര്യങ്ങൾ വളരെ കുറവായിരിക്കുക വീട്ടിൽ. ഇത്രയും സുഖത്തിലും സൗകര്യത്തിലും ജീവിച്ച ആ പെണ്ണിൻ്റെ വീട്ടിൽ അല്ലേ തന്നെ ഇഷ്ടംപോലെ സ്വത്തുള്ളതാണ്. ഇഷ്ടംപോലെ ഇട്ടുമൂടാനുള്ള പണം ഉണ്ടെന്നാണ് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറയുന്നത്, മേഘയുടെ അച്ഛൻ്റെ സുഹൃത്ത് പറയുന്നത്. അപ്പോൾ അത്രയും സ്വത്തുള്ള വീട്ടിലൊരു പെണ്ണ് അതേ സൗകര്യം പോലുള്ളടത്ത് പോയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയാണ് ഈ ഒരു സാധാരണ വീട്ടിലേക്ക്. അതിന് കാണിച്ച ബുദ്ധി നോക്കിയാണെ സ്വന്തം വീട്ടിൽ വന്ന് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി അച്ഛൻ്റെ സ്വത്ത് മേടിച്ച് ഭർത്താവിനും കൂടെ കൊടുത്ത് അവിടെ സുഖമായിട്ട് വേറൊരു വീടൊക്കെ എടുത്ത് താമസിക്കാനാണ് നോക്കുന്നത്. ഇതിപ്പോൾ എന്നെ എനിക്ക് സംഭവിക്കുന്നത് കുറേ കഴിയുമ്പം ഇദ്ദേഹം ഒരു പാമ്പിടിച്ച വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുണ്ട്, അനിയനുണ്ട്. ഈ 2 അനിയൻ പഠിക്കുവാണോ ജോലിയാണോ എന്ന് നമുക്കറിയത്തില്ല. ആ ഒരു കുടുംബത്തെ ഒഴിവാക്കിച്ച് മാറി നിൽക്കുമ്പം ആ ഒരു വീട്ടുകാർക്ക് ഉണ്ടാകത്തില്ലേ ബുദ്ധിമുട്ട്?
അല്ലാതെ ഇത് വീണ്ടും ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കത്തുള്ളൂ ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത്. അതിന് പുള്ളിക്കാരി കാണിച്ചൊരു ബുദ്ധിയാണ് ഒരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് സോഷ്യൽ മീഡിയ പറയുക ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ്, ഡ്രൈവർ രാത്രി കൊണ്ടുപോയി കെട്ടും പാട്ടവും ചുമന്നുകൊണ്ട് ആ പാണ്ടക്കെട്ടും കൊണ്ട് ചുമന്നുകൊണ്ട് പോകുന്ന നമ്മൾ കണ്ടല്ലേ, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകുന്ന പോലെ ഇരുന്ന ആ ഒരു പാണ്ടക്കെട്ടും ചുമന്ന് പോകുന്ന പോക്ക് കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ പോയ ഒരു വ്യക്തി ആ ഒളിച്ചോടി പോയതെന്ന് ആർക്കും അറിയത്തില്ല. ഇതിന് ബുദ്ധി ഇല്ലാത്ത രീതി കാണിക്കുന്നതാണോ അതോ ഇത് അങ്ങനെ തന്നെയാണോ അറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ ഒരു ഇച്ചിരി അതിൻ്റെ പൊട്ടുതരം ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷേ ഇത് ഭയങ്കര ബാക്കി എല്ലാവരും പൊട്ടകളാന്നുള്ള രീതിക്കല്ലേ ഈ കാണിക്കുന്നത്. അങ്ങനെ ചെയ്യാനുള്ളൊരു കാര്യമാണ് ചെയ്തത്. അപ്പോൾ അവിടെ ചെന്ന് അപ്പനോട് പറഞ്ഞ് അവിടെ നിന്ന് കിട്ടുന്ന പൈസയും കൊണ്ടുപോയി ഒരു വീടൊക്കെ മേടിച്ച് സേട്ടനും സേട്ടിയായിട്ടങ്ങ് സുഖമായിട്ടങ്ങ് ജീവിക്കാന്നുള്ള പ്ലാനാണ്. പക്ഷേ ഒരുത്തൻ്റെ കണ്ണുനീരും ഒരുത്തൻ്റെ മനസ്സിൻ്റെ വേദനയും കൊണ്ട് എവിടെ പോയാലും രക്ഷപ്പെടാൻ പാടാണ്. അത് രക്ഷപ്പെട്ട് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അന്നേരമായിരിക്കും ചിന്തിക്കുന്നത് ഇതിലും നല്ലത് അതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സമയം വരുന്നത്. എല്ലാ വീടുകളിലും ഉണ്ട്. പേരൻസിനെ കല്യാണം കഴിച്ച് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടമാണെന്ന് പറഞ്ഞാൽ പോലും ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പം ആ വീട്ടിലെ അമ്മയോ അമ്മായിപ്പനോ ഒക്കെ മൂശായിട്ടുള്ളവർ കാണും. ആരും അങ്ങനെ ഇതായിട്ട് സുഖമായിട്ടായിരിക്കില്ല. എന്നതെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ലൈഫിൽ എപ്പോഴും കാണും. എൻ്റെ അത് ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും എന്നതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. അതൊക്കെ തരണം ചെയ്ത് പോകുമ്പോഴല്ലേ നമ്മളവിടെ വിജയിക്കുന്നത്. അല്ലാതെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അത് ഇട്ടെറിഞ്ഞ് പോയി വേറൊരു ജീവിതത്തിലേക്ക്, അതും അദ്ദേഹമായിട്ട് ബന്ധം പോലും പിരിയാതെ അടുത്തൊരു ജീവിതത്തിലേക്ക് എടുത്ത് ചാടിപ്പോയി. ഇനി അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കോ പിന്നെയും ഇതിപ്പോൾ നിങ്ങൾ ഇനി അവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ അതും സോഷ്യൽ മീഡിയ വരും. അത് ഉറപ്പായിട്ട് സോഷ്യൽ മീഡിയ വരും. അതെങ്ങനെയെങ്കിലും ആരെങ്കിലും അറിഞ്ഞ് സോഷ്യൽ മീഡിയ വരും, വരാതിരിക്കത്തില്ല. അതുകൊണ്ട് അംഗീകരിക്കാന്നുള്ള രീതിയിലാണ് അച്ഛൻ നിൽക്കുന്നത്. ഓക്കെ. അപ്പം അവളുടെ വീട്ടിലേക്ക് പോയതാണ് എന്ന് വരുത്തി തീർത്ത് ഇപ്പൊ ഉണ്ടാക്കിയ ഒളിച്ചോടി എന്നുള്ള ഇമേജ് മാറ്റം എടുത്താനാണ് തീരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. അങ്ങനെയുള്ള ഒരു കളിക്കാണ് ഇവള് ഇപ്പം അച്ഛന്റെ അടുത്ത് വന്നത്. ഈ അച്ഛന്റെ, അതായത് ഇവരുടെ വീട്ടുകാരുണ്ടല്ലോ, ഇപ്പൊ മേഘയുടെ വീട്ടുകാരുമായിട്ട് ജീമോൻ ഇപ്പോഴും ബന്ധവും കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. ഇന്നലെ വിളിച്ചിട്ട് എന്നോട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു വീഡിയോ ആര് പറഞ്ഞു? മേഘ പറഞ്ഞു എന്നോട്. ആ വോയിസ് ഞാൻ സാറിന് ഇട്ട് തന്നിട്ടുണ്ട്. സംസാരിച്ച വോയിസ് വേണമെങ്കിൽ അതും സത്യസന്ധമായിട്ട് ഞാൻ സംസാരിക്കുന്ന വോയിസ് സാറിന് ഇട്ടിട്ടുണ്ട് വാട്സാപ്പില്. ഓക്കെ. എന്നിട്ട് എന്താണ് അവരുടെ അന്നേരം നിങ്ങൾ എന്ത് പറഞ്ഞു? പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ജീമൻ ചേട്ടൻ അത് ശരിയായില്ല, ജീമൻ ചേട്ടൻ കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാത്തിനും നിങ്ങളെ ഈ ബന്ധങ്ങൾക്കും പോലീസ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ എന്റെ അച്ഛന്റെ കൂടെ നിന്ന ഒരാളാണ്. പക്ഷെ എന്നോടും കൂടെ ഈ ചതി വേണ്ടായിരുന്നു. ഇതൊരുമാതിരി മനുഷ്യരെയല്ല, ഞാൻ തക്കുള്ളവരെ പൊട്ടം കളിയല്ലേ നീ കാണിച്ചെന്ന് ചോദിച്ചു. ഇന്നലെ വന്ന വോയിസ് വന്നപ്പോൾ ഞാനും എൻ്റെ മനസ്സിലൊന്ന് ചിന്തിച്ചായിരുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം അത്രയും അവരുടെ ഫാമിലിയായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവരാരും അഖിലാണേലും മേഘയാണേലും ഒരു വിവരവും പുറത്ത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഒരു ന്യൂസും പുറത്ത് കൊടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. അങ്ങനെ ഉള്ളപ്പം ഇദ്ദേഹം ഈ ഒരു വോയിസ് പുറത്ത് വിട്ടല്ലോ എന്ന് ഞാൻ ഓർക്കുകയും ചെയ്തായിരുന്നു. ഇദ്ദേഹം ഇങ്ങനെ അവരുടെ കൂടെ നടന്ന് എല്ലാ കാര്യത്തിനും അവരുടെ അച്ഛൻ്റെ അടുത്ത ഫ്രണ്ടാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം കാണിച്ചല്ലോ എന്ന് ഓർത്തപ്പോഴത്തേക്ക് ഞാൻ ഓർത്തായിരുന്നു കേട്ടോ, അദ്ദേഹം എന്തിനകത്തിനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ആത്മാർത്ഥ സുഹൃത്തുക്കളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അവർക്കുള്ളിലുള്ളതായിരിക്കും. അത് പുറത്തോട്ട് വിടുക എന്നുള്ളതല്ല ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. ഇതിപ്പം ഇദ്ദേഹം പറയുന്നത് ഇവരിങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, എല്ലാവരെയും പൊട്ടരാൻ. ഇതിപ്പോൾ എന്നാണെങ്കിലും എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ഇവരിനി എന്നാ വാർത്ത കിട്ടുമെന്ന് പറഞ്ഞാലും സോഷ്യൽ മീഡിയ മൊത്തം അറിഞ്ഞ കാര്യമാണ്. അല്ലാതെ ഇപ്പോൾ ഇവർ എൻ്റെ അച്ഛൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് ഈ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് 10 ദിവസം കഴിയുമ്പോൾ അകലിലെടുത്തോട്ടല്ലല്ലോ പോകുന്നത്. അങ്ങനെ ഒരിക്കലും പോകുന്നുമില്ല. അപ്പോൾ പിന്നെ ഇവരിനി എന്നാ പോസ്റ്റ് ഇട്ടാലും അത് അവിടെ കിടക്കത്തേ ഉള്ളൂ. ആ പോസ്റ്റ് എനിക്ക് നല്ല ചീത്തയായിരുന്നു എന്ന് പറഞ്ഞ് കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ തന്നെ അത് റിമൂവ് ചെയ്തെന്നും കേട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിനോട് ഞാൻ അന്നേരം ഓർത്ത് ഇദ്ദേഹത്തിനോട് മിക്കവാറും അവർക്ക് ശത്രുതയാകും. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അദ്ദേഹം ആ പെൺകുട്ടിയുടെ ഭാഗത്ത് ശരിയല്ല എന്നയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പെൺകുട്ടി കാണിച്ച് തെറ്റാണെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർക്കൊരു നെഗറ്റീവ് വരുമല്ലേ. അപ്പോൾ അവരതൊരു വിഷയം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു. അച്ഛൻ ഇപ്പൊ എന്ത് പറയുന്നു? ഞാനുമായിട്ട് ഈ അച്ഛനും പിണങ്ങി മോളും പിണങ്ങി. അച്ഛനും പിണക്കമായി പോയി. ഞാൻ ഈ അവരൊക്കെ പുള്ളി പറയുന്നത് ഇപ്പം മൊത്തം ജനസംസാരം എന്ന് പറഞ്ഞാൽ മോള് ഒളിച്ചു പോയിട്ടില്ല, എനിക്ക് മോളുടെ ഭാവി ജീവൻ തകർത്തുന്നത്. ഇത് ഞാൻ പറയാതെ തന്നെ ലോകം മൊത്തം അറിഞ്ഞല്ലേ സാറേ, ഞാൻ എങ്ങനെ ഭാവി തകർക്കുന്നത്? ഒളിച്ചു പോയെന്ന് ജീവൻ പറയണ്ടായിരുന്നെന്ന് വാർത്തയിലെല്ലാം ആർക്കും ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇതിന്റെ പിന്നിൽ നിന്നവര് ഞാൻ അടക്കമുള്ളവരെ മാധ്യമ പ്രവർത്തകരെല്ലാം പൊട്ടന്മാരാക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഒരിക്കലും പറ്റത്തില്ല. ഈ പോയതിനു ശേഷം ഈ മേഘ അഖിലിനെ വിളിച്ചിട്ടുണ്ടോ വല്ലോ അറിയാവോ? അഖിലിനെ വിളിച്ചിട്ടില്ല. അഖിലുമായിട്ട് ഒരു ബന്ധമില്ല. ഇവരൊരു കരാർ ഇട്ട് വെച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ അഖിലുമായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വഴി അറിയില്ലെന്ന് പറഞ്ഞു. ഒരു മീഡിയയ്ക്കും മുമ്പിൽ ഇവര് വോയിസ് കൊടുക്കുകയില്ലെന്ന് പറഞ്ഞ് ഒരു കരാറുണ്ട്. അതുകൊണ്ടാണ് മേഘയും അഖിലും നേരിട്ട് വന്ന് ഒന്നും പറയാത്തത്. ശരി ശരി. ഓക്കെ. അപ്പൊ ഇതാണ് അതിന്റെ പശ്ചാത്തലം. താങ്ക് യു. ഇത്രേ ഉള്ളൂ പ്രശ്നം.
ഇത്രയേ ഉള്ളൂ പ്രശ്നം. ഇത് മറ്റേ കിഴക്ക് സിനിമയ്ക്കകത്ത് രേവതി പറയുന്ന പോലെ ഇരിക്കുന്നത്, ഇത്രയേ ഞാൻ ചെയ്തുള്ളൂ എന്ന് പറയുന്ന പോലെ ഇരിക്കും. ഇത്രയേ ഉള്ളൂ പ്രശ്നം. പക്ഷേ ഈ ഒരു പ്രശ്നം ഇച്ചിരി വലുതാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ ആത്മാർത്ഥ സുഹൃത്തായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അവരുടെ വീട്ടിലെ ആ ഒരു കാര്യങ്ങൾ ആർക്കും കൊടുക്കാൻ പാടില്ലായിരുന്നു. അതൊരു കാര്യം ന്യായീകരിക്കാതെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു എത്ര ഇതാന്ന് പറഞ്ഞാലും നിങ്ങളെ അങ്ങനെ ഒരു നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അവരുമായിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന വ്യക്തിയാണ്. അവരുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആ വീട്ടിലെ ഒരാളാണ്. അപ്പോൾ അവരോട് നേരിട്ട് പറയാം, നിങ്ങൾ ഈ കാണിച്ച് ശരിയായില്ല, തെറ്റാണ് കാണിച്ച്, ഇതിന് ഞാൻ സപ്പോർട്ട് നിൽക്കുകയില്ല എന്ന് പറയാം. പക്ഷേ സോഷ്യൽ മീഡിയ വന്നിച്ച് ആ വോയിസ് ഇടാണ്ട് കാണിച്ചത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിനകത്ത് പറയുന്നു മകളുടെ ഭാവി തകർത്തുന്നു. മകളുടെ ഭാവി ഇനി എന്നതാണ് തകരാനായിട്ടുള്ളത്? മേഘയുടെ അച്ഛൻ പറഞ്ഞ കാര്യമാണ്, മകളുടെ ഭാവി തകർത്തു, ഇങ്ങനെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുള്ളത്. ഇനി ഇതിൽ കൂടുതൽ എന്നാണ് ഒരു മകളുടെ ഭാവി തകരാനായിട്ടുള്ളത്? ഒരു മകൾ പറഞ്ഞപ്പം അച്ഛാ എനിക്കിവിടെ പ്രശ്നങ്ങളാണ്, ഞാനിവിടെ ഹാപ്പി അല്ല എന്ന് പറഞ്ഞപ്പം എന്നതാണ് മോളെ നിൻ്റെ പ്രശ്നം, നിനക്കവിടെ എന്നാണ് കാര്യം എന്നൊന്ന് അന്വേഷിച്ച് ആ കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മകൾ ഇങ്ങനൊരു ഇതിലേക്ക് എടുത്തിയാടുകയല്ലായിരുന്നു. ആ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ചു കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാമായിരുന്നു. അത് ആ ഫാമിലിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു വീഴ്ചയാണ്. വേറൊരു പയ്യൻ്റെ ജീവിതം കൂടെ തകരുകയല്ലായിരുന്നു. പക്ഷെങ്കിൽ നിങ്ങളതല്ല ചെയ്തത്. നിങ്ങൾ അതിനെപ്പറ്റി ചോദിക്കുകയോ എടുക്കുകയോ ചെയ്തത്. ഇപ്പം മോള് സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് ഇറങ്ങിപ്പോയി. അതിൽ കൂടുതൽ ഇനി മോളുടെ ഭാവി ഇനി എന്നതാണ് തകരാറായിട്ടുള്ളത്? ഇനി ഒന്നും തകരാനായിട്ടില്ല. ഒരു സാധാരണക്കാരനാണ് ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. ഈ പുള്ളിക്കാരി ഇത് ജീവിച്ചതാണ്. എത്ര നാൾ അച്ഛൻ്റെ സ്വത്ത് കൊണ്ട് ജീവിക്കും? എത്ര കാലം ജീവിക്കും? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ പണിക്ക് പോകും. പണിക്ക് പോയിട്ട് വരുമ്പോൾ അതൊന്നും തികയാതെ വരും. തികയാതെ വരുമ്പോഴത്തേക്ക് ഇവർക്കിടയിൽ പിന്നെയും പ്രശ്നങ്ങളാകും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളോട് അവിടെ ഞാൻ സന്തോഷമായിട്ടല്ല ജീവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അന്വേഷിക്കായിരുന്നു എന്നതാണ് പ്രശ്നം, ഇവൾക്ക് എവിടെ എന്നാണ് കുഴപ്പം, ഇത് പറഞ്ഞു തീർക്കുക. നിങ്ങൾക്കൊക്കെ എന്നാൽ ഇത്രയും അറിവുള്ള മനുഷ്യരല്ലേ, ഇത്രയും ഓരോ ഏതാണ്ടൊക്കെ പ്രസിഡൻറ്റോ മെൻസ് അസോസിയേഷൻ്റെ ഏതാണ്ടൊക്കെ സംഭവങ്ങളൊക്കെയാണ് പുള്ളി. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ആൺകൊച്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കൂടെ മനസ്സിലാകുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്കതിൽ ഇടപെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മകളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്നത്. അത് രണ്ടു കൂട്ടരും ചെയ്തില്ല. കാര്യം മേയുടെ അമ്മയും ചെയ്തില്ല, അച്ഛനും ചെയ്തില്ല. അവരാരും അതൊരു കാര്യമായിട്ട് എടുത്തില്ല. ഒരു പക്ഷേ ഒരു പുന്നാരിച്ച് വളർത്തിക്കൊണ്ട് വന്ന കൊച്ച് അവളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും എന്നോർത്തവർ തള്ളിക്കളഞ്ഞതായിരിക്കും. പക്ഷേ പ്രശ്നങ്ങൾ പുള്ളിക്കാരിക്ക് അത് രൂക്ഷമായി. പുള്ളിക്കാരി അതിനേക്കാൾ വലിയ പ്രശ്നത്തിലേക്ക് എടുത്തിയാടി. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആരും അറിഞ്ഞിട്ടില്ല, ഇദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും അറിഞ്ഞത്. അതൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്. എല്ലാവരും അറിഞ്ഞ കാര്യം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അഖിലന്നാരുടെ വൈഫ് ഒളിച്ചോടി ഇതേ പറയാനുള്ളായിരുന്നു. കൊച്ചു പിള്ളേർ, ഈ കൊച്ചു പിള്ളേരായിട്ടുള്ള കുറേ ആരാധകരുണ്ട് ഈ അഖിലന്നാർഡിക്ക്. കാര്യം ഞാനും ഈ അഖിലന്നാരുടെ വീഡിയോ ശ്രദ്ധിച്ചു തുടങ്ങിയത് എൻ്റെ മക്കളത് കാണുന്നത് കണ്ടോട്ടാണ്. അങ്ങനെയാണ് ഞാനത് കാണാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ ഒരിത് കണ്ടു കഴിയുമ്പോൾ അത് വീണ്ടും വീണ്ടും നമ്മൾ എടുക്കുക, നമ്മളിലേക്ക് വരും. നമുക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളത് സബും കൂടെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവരിടുന്ന വീഡിയോസൊക്കെ ഈ അഖിലിപ്പം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങി. അഖിലിൻ്റെ ജീവിതവുമായിട്ട് അത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് അതിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഇത്രയും ഫെയിമായിട്ടുള്ളൊരു വ്യക്തി പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഭാര്യ ജീവിതത്തിൽ നിന്ന് പോകുമ്പം അടപടലം തകർന്നു പോകേണ്ടതാണ്. പക്ഷെ അതിൽ നിന്ന് മാറി വരാൻ കാണിച്ചൊരു ധൈര്യമുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ, അത് സമ്മതിച്ചേ പറ്റുള്ളൂ. അത് സമ്മതിക്കാതിരിക്കാനേ പറ്റത്തില്ല. കാര്യം അത്രയും നമുക്കൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ പോലും ചെയ്യാൻ തോന്നത്തില്ല. എന്നൊരു ചെറിയൊരു വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ പോലും ചെയ്യാൻ തോന്നത്തില്ല. നമ്മൾ ഒന്നും അനങ്ങത്തില്ല, ഫോൺ പോലും നോക്കാൻ തോന്നത്തില്ല. പക്ഷെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് പൊതുസമൂഹത്തിൽ ഒരുപാട് നാണം കെടുകയും മറ്റുള്ളവർ ഒരുപാട് മോശം കമൻറ്റുകൾ ഇടുകയും ചെയ്തിട്ട് അതൊക്കെ കണ്ടിട്ടും അതിൽ നിന്ന് മാറി വന്ന് വീണ്ടും അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങിയത് പുള്ളിയെ സമ്മതിക്കുക തന്നെ ചെയ്യണം. അത് നല്ലൊരു മൈൻഡാണത്. പിന്നെ സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടാണ് പോയതെന്ന് പറഞ്ഞു രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയരുത്. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞില്ലേലും അറിയാനുള്ളതെല്ലാം എല്ലാവരും പുറത്ത് അറിയുന്നുണ്ട്. എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ആത്മാർത്ഥമായിട്ട് സുഹൃത്തുക്കളായിട്ട് ഇരുന്നവർ തമ്മിൽ അകലേണ്ടി വന്നു. അതിൽ 99% അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ആ വീട്ടിലെ കാര്യങ്ങൾ ഒരു സുഹൃത്ത് തന്നെ സ്വന്തം മോളെ പറ്റി ഇങ്ങനെ കുറ്റം പറയുന്നു എന്ന് വരുമ്പോഴത്തേക്ക് അത് ആർക്കാണെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് ഈ മേഘയുടെ അച്ഛനെ കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ ആ പുള്ളിക്കാരനെ ഇവരെ തമ്മിൽ ഒന്നിച്ച് ജീവിക്കട്ടെ, അവർ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നുള്ളത്. മകളെ ഇത്രയും ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്ന അച്ഛനെ അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾക്കിപ്പോൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് പറയാം അവളെ വീട്ടിൽ കയറ്റല്, അവളെ ഇറക്കി വിട് എന്നൊക്കെ പറയാം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം വരുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പെരുവഴിയിലേക്ക് തള്ളിവിടത്തില്ല. അതിപ്പോൾ അവരെന്നാ വലിയ തെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാലും അവർ നമ്മൾ കൂട്ടുക തന്നെ ചെയ്തുള്ളൂ. നമ്മളും കൂടെ തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരാണ് ഈ ലോകത്തുള്ളത്? അതിൽ അദ്ദേഹത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ മേഘ ചെയ്തതാണ് ഏറ്റവും വലിയ തോന്നിവാസം എന്ന് പറയാനായിട്ട്, ഏറ്റവും വലിയ തോന്നിവാസം. എന്നിട്ട് അതിന് മേലെ പിന്നെ അടുത്ത ഉടായ്പ കൊണ്ട് വന്നേക്കുകയാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലുണ്ട്, എനിക്ക് അവിടെ പ്രശ്നങ്ങളായതുകൊണ്ട് ബസ് ഡ്രൈവർ എന്നെ അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. 9 ദിവസത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ജീവിച്ചതിന് ശേഷമാണ് ഇവർ തിരിച്ച് ഈ അച്ഛൻ്റെ അടുത്തോട്ട് ഇപ്പോൾ വന്നേക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ വന്നേക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അവിടെ ജീവിക്കാനായിട്ട് സൗകര്യങ്ങൾ പോരാ.
ഇവർ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പം അച്ഛൻ്റെ കയ്യിൽ നല്ല പൂത്ത പണമുണ്ട്. അതിൽ നിന്ന് കുറച്ച് കൊണ്ടുപോയി എവിടെയെങ്കിലും ഒരു വീടും ഒക്കെ എടുത്ത് ഒന്നെങ്കിൽ വാടകയ്ക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വാങ്ങിക്കോ ഒക്കെ ചെയ്ത് അവിടെ ലാവിഷായിട്ട് ജീവിക്കുക എന്നുള്ള ഇതിലാണ് പുള്ളിക്കാരി ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ മറ്റുള്ളവൻ്റെ പണം കണ്ട് ഒരു പെണ്ണിനെ സ്വീകരിച്ച് അങ്ങനെ അവൾക്ക് വേണ്ടി അങ്ങനെ പോകുന്ന ഒരാൾ എത്ര കാലം ഇതൊക്കെ മുന്നോട്ട് പോകുന്നു നമുക്കറിയാനൊക്കത്തില്ല. എന്നാണേലും മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാര്യം ഒരു മനുഷ്യരുടെയും കുടുംബം തകരാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇത് എങ്ങനെ ജീവിക്കുന്നതാണെങ്കിലും എങ്ങനെയാണെന്നാണെങ്കിലും ഒരു കുടുംബജീവിതം തുടങ്ങുമ്പം നല്ല രീതിക്ക് എന്നെ പോട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാണേലും നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയാം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.